ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഉടുപ്പി വ്ളോഗാണ്. നമ്മൾ ഉടുപ്പിക്ക് പോവുകയാണ്. നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ലാൽ മീഡിയ മ്യൂസിക് ബാൻഡ് ടീമുണ്ട്. സോ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവാണ്. ഒരു അടിപൊളി വ്ളോഗാണ് ഇന്ന്. സോ നമ്മൾ ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. സോ നമ്മൾ ഒരു 6:30 ആയപ്പം ഇറങ്ങി ഒരു 9:30 ആ ഒരു ടൈമിനാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. സോ നമ്മൾ പതുക്കെ ഇങ്ങനെ നമ്മൾ എല്ലാവരെയും പിക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ട്രെയിന് കോഴിക്കോട് നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 6 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 5 സിംഗേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ മുബാരിസ്കയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പതുക്കെ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബാൻഡിലുള്ള ആളുകളെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഷോർട്സ് ആയിട്ടും പിന്നെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് എൻ്റെ വീഡിയോസ് കണ്ട ആളുകൾക്ക് നമ്മുടെ ടീമിലെ ആളുകളൊക്കെ കണ്ടിട്ട് അറിയുന്നുണ്ടാകും. അപ്പോൾ നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചു. നമ്മളിനി നേരെ ബാഗൊക്കെ എടുത്തിട്ട് നമ്മളിനി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഏകദേശം നമുക്ക് ട്രെയിനിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗ് എല്ലാവരും എടുക്കിട്ടോ കോർഡിനേറ്ററുടെ അവസ്ഥ നോക്കി ഒക്കെ നമ്മള് എടുക്കണം. അതൊക്കെ പോലെ എടുക്കണം. ശരിക്ക് പരിപാടിക്ക് കൊണ്ടുപോയിക്കാണ്ട് പ്രോഗ്രാം ഉടുപ്പി പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ട്രെയിന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ഫൈനലി എത്തി. നമ്മളെല്ലാവരും കയറി. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉടുപ്പിയിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മളൊരു 6 hours ട്രാവലിങ്ങിന് ശേഷം നമ്മളൊരു 3:30 ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഉടുപ്പിയിൽ എത്തിയിട്ടുണ്ട്. ഉടുപ്പി കഴിഞ്ഞ് ഞങ്ങളെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ നമ്മളിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മളവിടെ ചെന്ന് ഫ്രഷായി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ റൂമിലോട്ട് പോവാണ്. അങ്ങനെ റൂമിലൊക്കെ എത്തി ഞങ്ങളൊന്ന് ഫ്രഷായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ 2 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേർക്ക് റൂമും പിന്നെ 2 പേരും റൂമിൽ. അപ്പം ചെന്ന് നമ്മൾ കിടന്നത് ഓർമ്മയുണ്ട്. പിന്നെ ഫുള്ള് ഒരു ഉറക്കമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്കി മോർണിംഗിൽ കാണാം. ഗുഡ് മോർണിംഗ് മോസിന. ഗുഡ് മോർണിംഗ്. രസമുണ്ടാവും. സപ്പനെ നമുക്ക് ചായ അടിക്കാൻ പോകാം. വെള്ളം കുടിച്ചിട്ട് തിന്നോ? എന്താണ് രസമാണ് തോന്നുന്നു. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും റൂമിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. സോ ഇനി റൂമിലെത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഹലോ ഗൈസ്, ഇവിടെ നല്ല വെയിലാണ്.
ഭയങ്കരമായ വെയിലാണ്. എന്തൊരു വെയിലോ, ഇതാണ് വെയില്. നമ്മളെ അടുത്ത വെയിലൊന്നും ഒന്നുമല്ല, ഇതാണ് വെയില്. ചിക്കൻ പൊരിച്ചത്, കോല് പച്ചടി കഴിച്ചൊക്കെ കഴിയും. വീഡിയോ കളി കഴിച്ചോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പ്രോഗ്രാം നടക്കുന്ന പ്ലേസിലേക്ക് പോവാണ്. നമുക്ക് സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളൊന്ന് ജസ്റ്റ് അവിടെ പോവാണ്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക ഒരു 6 o'clock ആ ഒരു ടൈമിലൊക്കെയാണ്. സോ നമ്മൾ എണീറ്റപ്പോൾ തന്നെ ഉച്ചയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ലഞ്ചും ബ്രഞ്ചൊക്കെ ആയിട്ട് ഒരുമിച്ച് കഴിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഗ്രാമിന് കയറേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോയി അവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പ്രോഗ്രാമിന് ഈ ഒരു പ്ലേസിലോട്ട് വരികയാണ് പിന്നെ ചെയ്തത്. ഗൈസ്, ഫൈനലി ഞങ്ങൾ എല്ലാത്തും റെഡി ആയിട്ട് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പ്രോഗ്രാമിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് കോംബോ ചെയ്തിട്ട് എല്ലാവരും സെറ്റ് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വൈകാതെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഷോർട്സ് ആയിട്ട് അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങളൊരു ഉടുപ്പി പ്രോഗ്രാം ചെയ്ത് കൂടാതെ ഒരു ഉടുപ്പി കല്യാണമൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ അവിടെ ഉണ്ടാവുക. സോ ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. സോ പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊരു 4 hour ഒരു പ്രോഗ്രാമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഉടുപ്പി കല്യാണത്തിന് എന്താണ് അത് നല്ല ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യല് ചോറ്, ചിക്കന്. ഇത് ഇവിടുത്തെ സ്പെഷ്യല് ദാൽ കറി അല്ലേ? ഗൈസ്, ഞങ്ങള് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി. നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഞങ്ങള് നേരെ ഉറങ്ങാൻ വേണ്ടി പോവാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. പിന്നെ റൂമിൽ വന്ന് ഫ്രഷ് ആയി പിന്നെ നേരെ ഉറങ്ങി. അപ്പൊ ഗൈസ്, ഞങ്ങള് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ പിറ്റേന്ന് ഉച്ച ടൈമിലൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മളവിടുന്ന് വെക്കേറ്റ് ചെയ്തത്. നമുക്ക് ഈവനിങ് ടൈമിലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വെക്കേറ്റ് ചെയ്തിനി നമ്മൾ നേരെ ഓരോ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേഷനിലോട്ട് പോവാം. ഞാനൊരു ഓപ്ഷൻ പറഞ്ഞത് ഇത് സെപ്പറേറ്റ് ആൾ തരുകയാണെങ്കിൽ വൈക്ക് പോകണം സാധനം ഉണ്ടല്ലോ. ഹൈദരാബാദ് പോകണമെങ്കിൽ കോഴിക്കോട് കഴിഞ്ഞ് ആ സ്റ്റേറ്റിക്ക് വേറെ ആള് അങ്ങനെ ട്രെയിനിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടിഷോ എടുത്ത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം അട്ടി എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് പാട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പോവാണ്. പിന്നെ ഇനി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇനി നമ്മൾ നേരെ ഇനി സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. അങ്ങനെ 11:30 ടൈമിലൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോണത്. അപ്പം ബീച്ചിൽ പോകുന്നതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നല്ല അടിപൊളി ഒരു ട്രിപ്പ് പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കിത്. ആർക്കും മറക്കാൻ പറ്റാത്ത കുറേ മൊമെൻറ്റ്സൊക്കെ ആയിരുന്നു. കാരണം ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടെ ഒരു ടീം കൂടിയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ ചില കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ലാസ്റ്റായി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ആക്കി. പ്രോഗ്രാമും രസമായിരുന്നു, ഞങ്ങളുടെ യാത്രയും രസമായിരുന്നു. ഇനി നമ്മൾ നേരെ ഇതിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പൊക്കെ ഓൾമോസ്റ്റ് അടിച്ചിട്ടുണ്ട്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഞങ്ങളുടെ സോങ്സ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ലാൽ മീഡിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ കാണും. സോ അതിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫൈനലി നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊരു 3 o'clock 4 o'clock ഒക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിരുന്നു ഞങ്ങൾക്കിത്. കാരണം കുറേ കാര്യങ്ങളും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് വ്ളോഗ് ഇടുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ പോയിട്ട് സോങ്സൊക്കെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.